കാരുണ്യാഭിഷേകം, ആരാധിക്കുന്ന ജീവിതങ്ങളിൽ അത്ഭുതങ്ങൾ കാരുണ്യാഭിഷേകം, കാരുണ്യാഭിഷേകം. ഈശോയെ പ്രിയമുള്ളവരെ, ഈ അടുത്തിടെ നമ്മുടെ മാധ്യമങ്ങളിൽ വൈറലായി വന്നിരിക്കുന്ന ഒരു പേരാണ് റോസമ്മ, കോട്ടയം കളത്തിപ്പടി. അതിലൊരു പുറകിൽ ഒരു വലിയ സാക്ഷ്യമുണ്ട് പ്രിയമുള്ളവരെ. ആ റോസമ്മ അന്ധയാണ്, വഴിയരികിൽ ലോട്ടറി വിൽക്കുകയാണ്. കണ്ണ് കാണാത്ത പാവപ്പെട്ട ആ അമ്മയുടെ ആ ലോട്ടറി പോലും പറ്റിച്ചെടുക്കുന്ന ഒരു മനുഷ്യനുണ്ടായിരുന്നു. അതൊരു ക്യാമറ വെച്ച് കണ്ടുപിടിക്കുകയും ആ വ്യക്തിയോട് അതിൽ നിന്നും പിന്തിരിയുവാൻ ആവശ്യപ്പെടുകയും ചെയ്ത്, ഇതൊരിക്കലും പോലീസ് സ്റ്റേഷനിൽ കൊടുക്കാതെ, പരാതി കൊടുക്കാതെ നിങ്ങളോട് ക്ഷമിച്ചിരിക്കുന്നു, വീണ്ടും ആവർത്തിക്കരുതെന്ന് പറയുമ്പോൾ ഈ സഹോദരി അതിന് പ്രചോദിപ്പിച്ച വികാരം എന്താണ്? ആ സഹോദരി പറയുന്നുണ്ട്, സോഷ്യൽ മീഡിയയിലൂടെ നമുക്ക് കാണാം. എന്താണത്? ഞാൻ എല്ലാ ദിവസവും ഞായറാഴ്ച കുർബാനയ്ക്ക് പോകുന്ന ഒരു സഹോദരിയാണ്. ഞങ്ങളെ പഠിപ്പിക്കുന്നത് ഈശോ ശത്രുക്കളെ സ്നേഹിക്കുവിൻ, അവരോട് ക്ഷമിക്കുവിൻ എന്നാണ്. അതിന് ഞായറാഴ്ച പോകുന്ന എനിക്ക് ക്ഷമിക്കാതിരിക്കാൻ പറ്റില്ല. പ്രിയമുള്ളവരെ, നമ്മുടെയൊക്കെ മുൻപിൽ ഇത് വലിയൊരു ചോദ്യചിഹ്നമാണ്. പാവപ്പെട്ട ഒരു വീട്ടമ്മ, അത് 2 കണ്ണിന് കാഴ്ചയില്ലാത്ത ഒരു പാവപ്പെട്ട സ്ത്രീയെ പറ്റിക്കുന്ന മനുഷ്യനോട് പോലും വളരെ അനുകമ്പയോടെ കാരുണ്യപൂർവ്വം പെരുമാറുന്ന ആ സ്ത്രീയുടെ ആ യേശുവിലുള്ളൊരു വിശ്വാസം ഇത് നന്മ ചെയ്യാൻ പ്രേരിപ്പിച്ചു എന്നുള്ളതാണ്. സുഭാഷിതത്തിൻ്റെ പുസ്തകം 25-ാം അധ്യായം 15-ാമത്തെ തിരുവചനത്തിൽ നാം വായിക്കുകയാണ്, ക്ഷമ കൊണ്ട് ഒരു ഭരണാധിപനെ അനുനയിപ്പിക്കാൻ കഴിഞ്ഞേക്കാം, മൃദുലമായ നാവിന് കടുത്ത അസ്ഥിയെപ്പോലും ഉടയ്ക്കുവാനുള്ള കരുത്തുണ്ട്. പ്രിയമുള്ളവരെ, ആ മനുഷ്യൻ ആരായാലും അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ ഈ ക്ഷമയുടെ ഈ വലിയ പുണ്യം ആ മനുഷ്യനെ ഒരു പുതിയ മനുഷ്യനാക്കി മാറ്റാൻ ഇടവരുത്തും, അതുറപ്പാണ്. കാരണം യേശുവിൻ്റെ നാമത്തിലാണ് ആ സഹോദരി ക്ഷമിക്കുന്നത്. നമ്മുടെയൊക്കെ ജീവിതത്തിലും കുടുംബത്തിലുമൊക്കെ നമുക്കൊരുപാട് മനുഷ്യരോട് ക്ഷമിക്കാനുള്ളൊരവസരമുണ്ട്. നാം അത് പാഴാക്കി കളയരുത്. നമ്മുടെ നാവ് കൊണ്ട് ഒരുപാട് പേരെ മുറിപ്പെടുത്താം, പക്ഷെ മൃദുലമായ സ്നേഹത്തിൻ്റെ വാക്കുകളുടെ മുൻപിൽ എത്ര വലിയ കാഠിന്യമുള്ള മനസ്സിനും ഉരുകാൻ കഴിയും, മഞ്ഞ് പോലെ ഉരുകുമെന്ന് ഈ വചനം ഓർമ്മപ്പെടുത്തുന്നു. കർത്താവായ ഈശോയെ, ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ്. ഞങ്ങൾ കണ്ടുമുട്ടുന്ന വ്യക്തികളിൽ ഞങ്ങൾക്ക് തോന്നുന്ന പലപ്പോഴും ഉണ്ടാകുന്ന ദേഷ്യവും കോപവും എല്ലാം പല ന്യായമായ കാരണത്തിനായാൽ പോലും അവരോട് പൂർണ്ണമായിട്ട് ക്ഷമിക്കുവാനും പ്രാർത്ഥിക്കുവാനും ദൈവമേ ഞങ്ങൾക്ക് കൃപ നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ക്ഷമയുടെ മാതൃക കാട്ടിയ നാഥ, ക്ഷമതൻ കരതലം നീട്ടിയാലും നീ, ക്ഷമയുടെ മാതൃക കാട്ടിയ നാഥ, ക്ഷമതൻ കരതലം നീട്ടിയാലും നീ, ക്രൂശിലെ ക്ഷമയാൽ ലോകം മുഴുവനും മുറിഞ്ഞൊരാ കരതാരിൽ അഭയമേകി നീ, സ്നേഹമേകി നീ. പരിശുദ്ധ പരമദിവ്യ കാരുണ്യത്തിന് എന്നേരം ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യ കാരുണ്യത്തിന് എന്നേരം ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യ കാരുണ്യത്തിന് എന്നേരം ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ.